ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളവിടെ നല്ല മഴ പെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ബത്തേരി ഭാഗത്തൊക്കെ ഒരു ഒന്നരാടം കൂടുമ്പോഴൊക്കെ നല്ല മഴയാണ് കേട്ടോ. മഴ എന്ന് വെച്ചാൽ ഒരു മണിക്കൂർ ഒക്കെ നിന്ന് പെയ്യും കേട്ടോ, കാറ്റും മഴയൊക്കെ ആയിട്ട്. മഴ പെയ്താൽ എന്താ വെച്ചാൽ കറണ്ട് വേഗം പോയി വന്ന് അങ്ങനെ നിൽക്കും കേട്ടോ. പിന്നെ രാത്രി കറണ്ട് സ്ഥിരമായിട്ട് ഉണ്ടാവാറില്ല, എപ്പോഴും ഇങ്ങനെ പോയി വന്നുകൊണ്ടേയിരിക്കും കേട്ടോ കറണ്ട്. അപ്പോൾ മഴ ചെറുതായിട്ട് പെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കൂടെ കാറ്റും ഉണ്ട്, നല്ല കാറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ ഇവിടെ ചീരയൊക്കെ നല്ല കതിരിട്ടിട്ട് നോക്കാത്തതുകൊണ്ട് കതിരിട്ടൊക്കെ അങ്ങനെ പൊട്ടിച്ചിട്ടും ഉണ്ടായിരുന്നില്ല, അങ്ങനെ പോയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല നേരാക്കി വന്നപ്പോൾ വൈകുന്നേരം ചെടിക്ക് രാവിലെയും വൈകുന്നേരവും ഒക്കെ വെള്ളവും നനച്ച്, ഞാൻ കുറച്ച് ചെടി നട്ടിരുന്നു, അതിനൊക്കെ വെള്ളവും നനച്ച് ഒക്കെ കഴിഞ്ഞപ്പോഴും വൈകുന്നേരം മഴ പെയ്യുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ ഈ സോഫയിൽ അടിച്ചിട്ടിരിക്കുന്ന തുണി നൈറ്റികൾ തയ്ച്ചതിൻ്റെ പീസുകൾ എടുത്തിട്ട് ബെഡ്ഷീറ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ തയ്ച്ച് വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ അത് ബെഡ്ഷീറ്റിന് തേഞ്ഞില്ല, അപ്പോൾ ഞാൻ അങ്ങനെ സോഫയിൽ വിരിച്ചിട്ടതാണ്. അപ്പം ഞാനിവിടെ കുറച്ച് വലിയ ചീരകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പറിച്ചിട്ട് അവിടെ കുറച്ച് നിത്യ കല്യാണീൻ്റെ തൈകൾ നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പിരിച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് കൂടെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വെള്ളം നനച്ച് ഒരു 2 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഞാൻ വെള്ളമൊക്കെ നനച്ചത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ മഴയും പെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ടൈമില്ലാതെ വെള്ളം നനക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ അപ്പം മഴ പെയ്യും കേട്ടോ. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ റോഡ് പുഴയായിരിക്കും കേട്ടോ. അത്രക്കും വെള്ളം മേലെ നിന്നുള്ള അത്രയും വെള്ളങ്ങൾ മുഴുവൻ ഇതിൽ ഒലിച്ച് വരും കേട്ടോ. അപ്പോൾ മഴ സ്റ്റാർട്ടായ മുതൽ ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുമ്പോഴാണെങ്കിൽ എനിക്കൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് ഉരുൾപൊട്ടലുണ്ടായിരുന്ന സമയത്ത് ഇതേപോലെ ആൾക്കാർ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ടൈമിൽ അതൊക്കെ എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ നമ്മളെ ഈ ഭാഗത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ, മലയല്ലല്ലോ. അപ്പം മേലെ നിന്നുള്ള വെള്ളം മുഴുവൻ ഈ റോട്ടിൽ കൂടെ ഒലിച്ച് പോകുന്നുണ്ട് കേട്ടോ. പുഴ പോലെ ഒലിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് വീഡിയോ എടുക്കാതെ ഇരിക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ അവർ സോഡ അടിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവരിങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ കർട്ടൻ പൊന്തിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ കുത്തിയൊലിച്ച് പോയി പിറ്റത്തെ ദിവസത്തെ റോഡിൻ്റെ അവസ്ഥയാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ മുന്നിൽ മുഴുവൻ കുഴി ആണ് കേട്ടോ. വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ഒന്നവിടെ സ്റ്റക്കായിട്ടേ പോവുള്ളൂ. അപ്പോൾ ഇന്നലെ ഗ്യാസ് വണ്ടി വന്നിട്ട് ഈ കുഴിയിലൊക്കെ കല്ലിട്ട് നിറച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ ഗ്യാസ് വണ്ടി പോയത്. അപ്പോൾ എന്ത് വണ്ടിക്കാരാണെങ്കിലും ഇതിൽ കൂടെ വരാൻ പറ്റില്ല കേട്ടോ. മീൻ വണ്ടിക്കാർ ആദ്യം 7 മണിയാകുമ്പോൾ നമ്മളെ ഈ ഏരിയയിൽ കൂടെ വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ അറിയില്ല, മീൻ വണ്ടിക്കാരും വരുന്നില്ല. അതുപോലെ തന്നെ പാലുവണ്ടിക്കാർ വരുമ്പോൾ കുഴി കൂടെ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് അവരും വരും കേട്ടോ. പിന്നെ ഗ്യാസ് വണ്ടിയാണേലും എന്ത് ഇതാണെങ്കിലും ഇതിൽ വരാനോ ഭയങ്കര ബുദ്ധിമുട്ടാണ്, റോഡ് ഇങ്ങനെ ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.